ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അഹല്യാമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു. പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാദി വാട്ടമില്ലാത്ത തപസ്സുള്ള ഗൗതമമുനി. ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗളം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ. ഭർതൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും. തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുഷ്യവനനും കുസുമായുധവശനായാൻ. ചെന്തൊണ്ടിവായ് മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ. ചെന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം. ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനുമതിനിപ്പോൾ. അന്തരം കൂടാതെയൊരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജസുതനന്ദനനുടരൂപം. നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമാദിങ്കൽ. സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാപുക്കാനുടജാന്തരേ പരവശാൽ. സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേപഥു പൂണ്ടു നിന്നാൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. നില്ലുനില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ, ചൊല്ലു ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം
നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി. സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ, തവ വൃത്താന്തം പറയാകിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി, സ്വർലോകാധിപനായ കാമകിങ്കരനഹം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം, നിൻ തിരുവടി പൊറുത്തുകൊള്ളണമേ. സഹസ്രഭഗനായി ഭവിക്ക ഭവാനിനി, സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. താപസേശ്വരനായ കൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോൾ അഹല്യയും. വേപഥു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ, ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം. ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിടുവൻ, നിഷ്കൃതിയായുള്ളൊരു ദുസ്തര മഹാവ്രതം. കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ, രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാരാതപവായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ. കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും. ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി. ഹിമവൽ പാർശ്വം പൊക്കാനന്നു തൊട്ടിവിടെ വാണിടിനാളഹല്യയും. നിൻ തിരുമലരടിച്ചെന്തളിർ പൊടിയേൽപ്പാനെന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണി. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സൊടുമിവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമിന്നു തന്നെ. നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ. ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചുടജാങ്കണം പൊക്കാൻ.
ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സത്പതി ജഗത്പതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ശാപബാണങ്ങളോടും പീതമാ വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസ്സോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദള സന്നിഭനേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരൗഘവന്ദിത പാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും. തന്നുടെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോടു മുന്നമുറ ചെയ്തതു മൂർത്താളപ്പോൾ. നിർണയം നാരായണൻ താനിതു ജഗന്നാഥനർണോജവിലോചനൻ പത്മജാമനോഹരൻ. യുദ്ധമാത്മനി ചിന്തിച്ചുത്ഥാനം ചെയ്തു ഭക്ത്യാ സത്വരമർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടുമുത്ഥാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ഗാത്രത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായോരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൾ. അവിടെ ഗൗതമാശ്രമ പരിസരത്തെത്തിയ ശ്രീരാമദേവൻ ചോദിക്കുന്നു, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ആശ്രമത്തിൽ ആരെയും കാണാത്തത് എന്തുകൊണ്ടാണ്? എന്നാൽ എനിക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിന് കാരണമെന്താണെന്ന് പറയണം എന്ന് ചോദിച്ചപ്പോൾ എന്നത് കേട്ടു വിശ്വാമിത്രനും ഉര ചെയ്തു. പന്നകശായി പരൻ തന്നോട്, പന്നകശായി, പന്നകം സർപ്പം, അനന്തൻ, അനന്തശായിയായിട്ടുള്ള ആ പരമാത്മാവ് തന്നോട് പരമാർത്ഥം. അവിടെ എന്തായിരുന്നു സംഭവിച്ചത് എന്ന് പറയുന്നു. കേട്ടാലും പുരാവൃത്തം എങ്കിലോ കുമാരാനീ, വാട്ടമില്ലാത്ത തപസ്സുള്ള, കഠിനമായ തപസ് ചെയ്തുകൊണ്ടിരുന്ന ഗൗതമ മുനി ഗംഗാരോധസി, ഗംഗാതടത്തിൽ നല്ലൊരാശ്രമത്തെങ്കൽ അത്ര മംഗളം വർദ്ധിച്ചിടും തപസ, തൻ്റെ തപസ്സുകൊണ്ട് ദിനം ദിനം ആ പ്രദേശത്തിന് തന്നെ മംഗളം വർദ്ധിച്ചു വന്നു. അങ്ങനെ വാഴും കാലം ലോകേശൻ ബ്രഹ്മാവ് നിജസുതയായുള്ളോരഹല്യയാം, തൻ്റെ മകളായിട്ടുള്ള
അഹല്യയെ, ആ അഹല്യ ഏതുപോലെയാണ്, എന്താണ് വിശേഷണം? ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം, അത്രയും ദിവ്യത്വമുള്ള ഒരു കന്യക ശ്രേഷ്ഠയായിരുന്നു ആ സുന്ദരി. ആ അഹല്യയെ ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിധാതാവും. വിധാതാവ് ബ്രഹ്മാവ്. കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ. അങ്ങനെ അവർ സന്തോഷമായിട്ട് ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും. അഹല്യയുടെ ആ ഭർത്തൃശുശ്രൂഷ, അതുപോലെ തന്നെ ഇന്ദ്രിയ നിഗ്രഹം, അതാണ് ബ്രഹ്മചര്യം. തൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കിക്കൊണ്ട് ആവശ്യമുള്ള ആ ഒരു രീതിയിൽ മാത്രം വികാര വിചാരങ്ങളെ പ്രകടിപ്പിക്കുന്നതാണ് ബ്രഹ്മചര്യം. അങ്ങനെയുള്ള ഗുണങ്ങൾ കണ്ട് എത്രയും പ്രസാദിച്ചു ഗൗതമ മുനിയും. തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്ന് പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. കുറേ കാലം അങ്ങനെ വസിച്ചു. എന്നാൽ വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ട് ദുശ്ചവനൻ, ഇടയ്ക്കൊക്കെ മനസ്സ് തെറ്റിപ്പോകുന്ന, ആ ഒരു ഇന്ദ്രിയ നിഗ്രഹം ഇല്ലാതെ, എന്നാൽ പേര് ഇന്ദ്രൻ എന്നാണ്, അങ്ങനെയുള്ള ആ ഇന്ദ്രൻ കുസുമായുധവശൻ ആയാൻ. കുസുമ ആയുധം, കുസുമം പൂക്കൾ, പൂക്കൾ ആയുധമായിട്ടുള്ളയാൾ കാമദേവൻ. അപ്പോൾ കാമദേവന് വശംവദനാവുക എന്ന് വെച്ചാൽ കാമാവേശിതനായാൻ. ചെന്തുണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിന് എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതമഖൻ. ശതമഖൻ എന്നാൽ 100 യാഗം നടത്തുന്ന, അശ്വമേധയാഗം നടത്തുന്നയാളാണ് ഇന്ദ്രനാവുക. അതുകൊണ്ടാണ് ഇന്ദ്രന് അങ്ങനെ ഒരു പേരും കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അഹല്യയുടെ ശരീര സൗന്ദര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അവളെ എങ്ങനെ അവളുമായിട്ട് രമിക്കാം എന്ന് വിചാരിച്ചങ്ങനെ പോകവേ ചെന്താർ ബാണാർത്തി കൊണ്ട് സന്താപം മുഴുക്കയാൽ. ചെന്താർ ബാണാർത്തി കാമബാണം. ആ കാമബാണമേറ്റ് അതിൻ്റെ ആ ഒരു ആർത്തി കൊണ്ട് സന്താപം, കാമം കൊണ്ടുണ്ടായ സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം. എല്ലായ്പ്പോഴും ഉള്ളിൽ ആ സുന്ദരിയുടെ ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ചിന്തിച്ച് അനംഗ അന്ധനായി, അനങ്കൻ കാമദേവൻ, കാമാന്ധനായിട്ട്, അതാണ് അനങ്കാന്ധനായി വന്നാനല്ലോ. അന്തരാത്മനി, തൻ്റെ ഉള്ളിൽ ഒരു പോംവഴി ഇങ്ങനെ തിരയുകയാണ്. വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം കൂടാതെ ഒരന്തരമെന്തെന്നോർത്തു. ഈ തൻ്റെ ആഗ്രഹം സാധിക്കാൻ അന്തരം കൂടാതെ, ഒട്ടും താമസിയാതെ ഒരന്തരം, എന്താണൊരു വഴി എന്തെന്നോർത്ത് ലോകേശാത്മജ സുതനന്ദനനുടെ രൂപം. ലോകേശാത്മജ അഹല്യ, ലോകേഷിന്റെ മകൾ, ബ്രഹ്മാവിന്റെ മകൾ. ആ മകളുടെ ലോകേശാത്മജ സുതനന്ദനനുടെ രൂപം. ഇവിടെ അഹല്യയുടെ ഭർത്താവായിട്ടുള്ള ഗൗതമന്റെ രൂപം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഗൗതമ മഹർഷിയുടെ രൂപം നാഗനായകൻ, നാഗം സ്വർഗം, സ്വർഗത്തിലെ നായകനായിട്ടുള്ള ആ ഇന്ദ്രൻ ഗൗതമ മഹർഷിയുടെ രൂപം ധരിച്ച് കൈക്കൊണ്ടു. അത് ആ രൂപത്തിലേക്ക് മാറി. അന്ത്യയാമാദിയിങ്കൽ, ഒരു രാത്രിയുടെ അന്ത്യയാമത്തിൽ, അങ്ങനെ അന്ത്യയാമം കഴിഞ്ഞ് പുലർക്കാലത്തിലാണ്, ബ്രാഹ്മമുഹൂർത്തത്തിലാണ് ഗൗതമ മഹർഷി സാധാരണ സന്ധ്യാവന്ദനത്തിന് പോകാറ്. ഒരു ഉഷസന്ധ്യയുടെ വന്ദനത്തിന് പോകാറ് ആ സമയത്താണ്. അപ്പോൾ സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരം അന്തരാ പുക്കാൻ ഉടജ അന്തരേ പരവശാൽ. അന്തര, പെട്ടെന്ന് തന്നെ ഗൗതമ മഹർഷി
ആശ്രമത്തിൽ നിന്ന് പോയ ഉടനെ തന്നെ പുക്കാൻ ഉള്ളിൽ കയറി, ഉടജ അന്തരെ, ഉടജം ആശ്രമം, ആശ്രമത്തിന്റെ ഉള്ളിൽ പരവശാൽ, തീർച്ചയായും ചെയ്യാൻ പോകുന്നത് തെറ്റായ ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പരവേശത്താൽ സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. ആ ഇന്ദ്രൻ അഹല്യയെ പ്രാപിച്ചു, ആ അഹല്യയുമായിട്ട് രമിച്ചു. സസംഭ്രമം, അവിടെ അപ്പോഴും പരിഭ്രമത്തിന് ഒരു കുറവും ഇല്ല. ഇങ്ങനെ സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനാകട്ടെ ഗംഗാനദീ തീരത്തെത്തിയപ്പോൾ മിത്രൻ തന്നുദയം, മിത്രൻ സൂര്യന്റെ ഉദയം. അപ്പോ മഹർഷിമാർക്കൊക്കെ ആ ഒരു ഉദയവും അസ്തമയവും ഒക്കെ ആ ഒരു ആകാശത്തിന്റെ ആ ഒരു കാഴ്ചയിലൂടെ തന്നെ അവർക്ക് ഏകദേശം അറിയാൻ സാധിക്കും, നേരം പുലരാറായോ എന്നൊക്കെ. അപ്പൊ ആ ഉദയം ഒട്ടടുത്തില്ല, അടുത്തൊന്നും ഉദയം സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പൊ താൻ നേരത്തെയാണ് വന്നത് എന്ന് കണ്ട് ബദ്ധസന്ദേഹം ചെന്ന നേരത്ത് പെട്ടെന്ന് തന്നെ ഒരു സംശയമുണ്ടായി, എന്തോ ചതി പറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെന്ന നേരത്ത് കാണായി വന്നു വൃത്ര അരാതിക്ക്, വൃത്രാസുരന്റെ അരാതി ശത്രുവായിട്ടുള്ള ആ ഇന്ദ്രൻ പെട്ടെന്ന് മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ, ഇവിടെ ഇന്ദ്രൻ അവിടെ നിന്ന് പുറത്ത് പോകാൻ വേണ്ടി തുനിഞ്ഞ സമയത്ത് ആ സമയത്ത് തന്നെ അവിടെ ഗൗതമ മഹർഷി എത്തിച്ചേർന്നു. വിത്രസ്തനായത്രയും പേടിച്ചു വിറച്ചുപോയി. അങ്ങനെ വേപധു പൂണ്ടു നിന്നാൻ, തന്റെ കള്ളം പിടിച്ചതിന്റെ ആ ഒരു വേപധു പരിഭ്രമത്താൽ ഇന്ദ്രൻ നിന്ന് വിറച്ചു. അങ്ങനെ ഗൗതമ മഹർഷി തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട്, തന്റെ അതേ രൂപം പരിഗ്രഹിച്ച് അതേ രൂപം സ്വീകരിച്ച് ആ വന്നവനെ കണ്ട് അതികോപം കൈക്കൊണ്ട് മുനീന്ദ്രനും, അത്യധികമായ കോപത്താൽ മുനീന്ദ്രൻ ചോദിച്ചു, നില്ല്. ഇങ്ങനെ ഓടിപ്പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇന്ദ്രൻ. നിൽക്കൂ, ആരാകുന്നതെന്തിത് ദുഷ്ടാത്മാവേ, ഹേ ദുഷ്ടാത്മാവേ നീ ആരാണ്? ചൊല്ലെന്നോട്, നീ എല്ലാമേ പരമാർത്ഥം, എല്ലാം തുറന്നു പറഞ്ഞോളൂ. വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം, എന്താണ് എന്റെ രൂപം കൈക്കൊള്ളുവാൻ ഇന്ന് എന്ത് കാരണം? നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാപാപി, ഒട്ടും നാണമില്ലാത്ത നീ ഏത് മഹാപാപിയാണ്? സത്യം എന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായെങ്കിൽ ഭസ്മമാക്കുവനിപ്പോൾ. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിലും ഞാനത് മനസ്സിലാക്കും. ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ, നീയായിട്ട് പറയുന്നില്ലെങ്കിൽ, തവ വൃത്താന്തം പറയായെങ്കിൽ, നീ പറയുന്നില്ല എങ്കിൽ ഭസ്മമാക്കുവനിപ്പോൾ, ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ ഭസ്മമാക്കും. ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി, സ്വർലോക അധിപനായ കാമകിങ്കരനഹം, സ്വർഗലോകത്തിന്റെ അധിപനായിട്ടുള്ള സ്വയം അറിയാം കാമകിങ്കരനാണ്, ഞാനൊരു കാമഭ്രാന്തനായി പോയി. അങ്ങനെ വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു. എനിക്ക് ഈ ഒരു വല്ലായ്മ വരാൻ കാരണം, എൻ്റെ ഈ ഒരു ആവേശത്തിന് കാരണം മൂഢത്വം കൊണ്ടെല്ലാം, ഇതൊക്കെ എൻ്റെ മൂഢത്വമാണ്. നിന്തിരുവടി പൊറുത്തുകൊള്ളേണമേ, മഹർഷേ അങ്ങ് പൊറുത്തുകൊള്ളേണം എന്ന് പറഞ്ഞു. എന്നാൽ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. സഹസ്രഭകൻ എന്നാൽ 1000 ജനനേന്ദ്രിയങ്ങൾ ശരീരത്തിൽ വളരുക എന്നാണത്രേ ശാപം. അങ്ങനെ നീ ഭവിക്ക, ഭവാനിനി സഹിച്ചിടുക, നീ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലം, ഈ ഒരു നാണക്കേട്, അതായത് നാണമില്ലാതെ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഇനി ശരീരം മുഴുവൻ ജനനേന്ദ്രിയവുമായിട്ട് വെച്ചിട്ട് നീ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാതെ നടക്കണം. അങ്ങനെ നിന്റെ ദുഷ്കർമ്മത്തിന്റെ ഫലമൊക്കെ നീ അനുഭവിക്കണം എന്ന ശാപമാണ് കൊടുത്തത്. ഇവിടെ ഞാൻ പിന്നീട് വായിച്ചറിഞ്ഞ ഒരു കാര്യമാണ്, ഈ ഇന്ദ്രന് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ ഭൂമിയിൽ വന്ന് ഒരു സമുദ്രത്തിൽ അവിടെ തപസ് ചെയ്തുവെന്നും, അങ്ങനെ ആ തപസ് കൊണ്ട്
പിന്നീട് തൻ്റെ ശരീരത്തിലെ ആ ഒരു വൈരൂപ്യം മാറി. അങ്ങനെ ഇന്ദ്രനെ ശുചിയാക്കിയ സ്ഥലമാണത്രേ ഇന്നത്തെ ശുചീന്ദ്രം. കന്യാകുമാരിക്ക് അവിടെ അടുത്തായിട്ടുള്ള ശുചീന്ദ്രം. അങ്ങനെ ഒരു ഇത് ഞാൻ വായിച്ചതാണ്. ഇനി ഇവിടെ ഗൗതമ മഹർഷി അഹല്യയ്ക്ക് ശാപം കൊടുക്കുകയാണ്. താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച് ആശ്രമമകം പുക്കപ്പോൾ, ഇവിടെ ദേവേന്ദ്രനെ ശപിച്ചിട്ട് ഉള്ളിൽ വന്ന് അപ്പോൾ അഹല്യയും വേപഥു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. അപ്പോൾ അഹല്യയും താൻ ചെയ്ത ആ പാപത്തിനാൽ വേപഥു പൂണ്ട് വളരെയധികം കുറ്റബോധത്താൽ അവിടെ നിൽക്കുന്നത് കണ്ട് ഗൗതമ മഹർഷി അരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ, ഇവിടെ ദുരാചാരിയായി പോയല്ലോ നീ, കഷ്ടം തന്നെ. ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം, നീ വളരെ സാമർഥ്യക്കാരിയായിരിക്കുന്നുവല്ലോ, എന്നെ മനഃപൂർവ്വം ഇവിടെ നിന്ന് ഒഴിവാക്കാൻ നീയും കൂട്ടുനിന്നുവല്ലോ എന്ന രീതിയിലൊക്കെയാണ് മഹർഷി പറയുന്നത്. ദുഷ്കൃതമൊടുങ്ങുവാൻ ഇതിന്ന് ചൊല്ലിയിടുവൻ, നീ ചെയ്ത പാപം ഒടുങ്ങുവാൻ വേറെ നിവൃത്തിയില്ല. നിഷ്കൃതിയായുള്ളൊരു ദുസ്തര മഹാവ്രതം, നിനക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു ദുസ്തരമായിട്ടുള്ള അത്രയും കഷ്ടമുള്ള ഒരു മഹാവ്രതം നീ അനുഷ്ഠിക്കണം. കാമകിങ്കരേ, അല്ലയോ കാമാർത്തിയെ പോലെ പെരുമാറിയവളെ, നീ ഒരു ശിലാരൂപവും കൈക്കൊണ്ട്, ഒരു ശിലയെപ്പോലെ, ശിലയാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. അതായത് ശിലാരൂപിയായിട്ട് അങ്ങനെ ആ രൂപം കൈക്കൊണ്ട് രാമപാദാബ്ജം ധ്യാനിച്ച്, ശ്രീരാമ പാദാബ്ജം, ആ പാദകമലം ധ്യാനിച്ചുകൊണ്ട് ഇവിടെ നീ വസിക്കണം. നീഹാര ആതപ വായു വർഷാദികളും, നീഹാരം മഞ്ഞ്, ആതപം വെയില്, വായു വർഷം മഴ, അതായത് എന്തൊക്കെ കാലങ്ങൾ മാറി മാറി വന്നാലും ഋതുക്കൾ മാറി മാറി വന്നാലും അതൊക്കെ സഹിച്ചുകൊണ്ട്, അതാണ് വർഷാദികളും സഹിച്ച്, ആഹാരാദികൾ ഏതും കൂടാതെ, ആഹാരമോ വെള്ളമോ ആഹാരമോ ഇല്ലാതെ, ദിവാരാത്രം നീ രാത്രിയും പകലുമെന്നില്ലാതെ നീ ഇവിടെ കഴിയണം. എന്നാൽ ഒരനുഗ്രഹം അവിടെ ഗൗതമ മഹർഷി കൊടുക്കുകയാണ്. നിന്നെ ശല്യപ്പെടുത്താൻ, അസ്വസ്ഥമാക്കാൻ ഇവിടെ നാനാ ജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാ. ഇന്നു മുതൽ ഒരു ജന്തുവും യാതൊരു പക്ഷിമൃഗാദികളും ഈ സ്ഥലത്ത് ഉണ്ടാവുകയില്ല. നിനക്ക് സ്വസ്ഥയായിട്ട് ഇവിടെ ഇങ്ങനെ കഴിയാം. സ്വസ്ഥയായിട്ടെന്ന് വെച്ച് തനിച്ച്, ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന പേടി വേണ്ട എന്നർത്ഥം. ഇങ്ങനെ കാനനദേശേ മദീയാശ്രമേ മനോഹരേ, ഈ കാനനദേശത്തിലുള്ള എന്റെ ആശ്രമത്തിൽ, മനോഹരമായ ഈ ആശ്രമത്തിൽ നിനക്ക് ഒരുപാട് വർഷം ഇങ്ങനെ കഴിയേണ്ടി വരും. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും. ഇങ്ങനെ ഒരുപാട് സംവത്സരം നീ ഇങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ അവതരിക്കും. അന്ന് അങ്ങനെ ഒരു ദിവസം രാമദേവൻ തന്റെ അനുജനായ ലക്ഷ്മണനോടും കൂടെ ഇവിടെ വരും. ശ്രീരാമ പാദാംഭോജ സ്പർശമുണ്ടായിടുന്നാൾ, ആ സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശം ഏറ്റിടുമ്പോൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും, നിന്റെ എല്ലാ ദുരിതങ്ങളും തീരുമെന്ന് നീ അറിയുക. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ച് വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ട് കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്ന്, അപ്പോ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിനക്ക് ആ ഒരു രൂപമാറ്റം, ഇപ്പോൾ ശിലയെ പോലെ ആകുന്ന നീ പിന്നീട് ഈ ഒരു രൂപത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ആ ഭഗവാനെ ഭക്തിയോടെ പൂജിച്ച് വഴി പോലെ ആ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ട് കൂപ്പി ഭഗവാനെ സ്തുതിക്കുക. അങ്ങനെ സ്തുതിക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷവും വരും. അങ്ങനെ പൂതമാനസ, പൂതം പരിശുദ്ധമാവുക,
പരിശുദ്ധ മാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം. അങ്ങനെ നീ ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ദർശനത്തിന് ശേഷം ആ ഭഗവാനെ സ്തുതിച്ച് ശാപമോക്ഷം കിട്ടി. അങ്ങനെ പരിശുദ്ധ മാനസയായാൽ വീണ്ടും നിനക്ക് എൻ്റെ ഭാര്യയായി വന്ന് എന്നെ ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്ത് മുനി ഹിമവൽ പാർശ്വം പുക്കാൻ. അപ്പോ ഗൗതമ മുനി അന്ന് തന്നെ ആ ഹിമാലയത്തിലേക്ക് പോയി. അന്ന് തൊട്ട് ഇവിടെ വാണിയിടിനാൾ അഹല്യയും. അന്ന് ആ ശാപം കിട്ടിയ അന്ന് മുതൽ ഇവിടെ അഹല്യ വാണിയിടുന്നു. നിന്തിരു മലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ. അപ്പോൾ എന്താണ് മനസ്സ് ധ്യാനിക്കുന്നത് എന്ന് പറയാണ്. ഭഗവാനെ, അങ്ങയുടെ ആ പാദത്തിൻ്റെ പൊടി, ആ ഒരു പാദരേണുക്കൾ, അതൊന്ന് ഏൽക്കാൻ എന്തൊരു കഴിവെന്ന്, എന്താണ് വഴി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് എനിക്ക് ആ ദർശനമുണ്ടാവുക എന്ന് ചിന്തിച്ചുള്ളിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു. ഇങ്ങനെ ദുഃഖമാനസയായിട്ട് കുറ്റബോധത്താലുള്ള ഒരു ദുഃഖവുമുണ്ട്. ഒപ്പം ഭഗവാൻ എന്ന് കാണും എന്നുള്ള ആ ഒരു ആകാംക്ഷയാലും ഇങ്ങനെ വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണേ. സന്തോഷത്തെ ജനിപ്പിക്കുന്ന അല്ലയോ ഭഗവാനെ, ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി. അപ്പൊ അവിടെ ഒരു വിശേഷണം പറയുന്നത്, ഇവിടെ അഹല്യ ഇങ്ങനെ ഒരു കല്ലായിട്ട് ഇവിടെ ഇരിക്കുന്നത് മറ്റാരാലും കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതാണ് ആരാലും കണ്ടുകൂടാതൊരു പാഷാണം. പാഷാണം കല്ല്. അങ്ങനെ ഒരു കല്ലിന്റെ രൂപത്തിലായിട്ടിരിക്കുന്ന ആ ദേവിയെ, ആ ദേവി ഘോരമാം തപസ്സൊടും ഇവിടെ വസിക്കുന്നു. നന്ദനയായ ഇങ്ങനെ ഘോരമായ തപസ് ചെയ്തുകൊണ്ട് ഇവിടെ വസിക്കുന്നു. അങ്ങനെയുള്ള ആ ബ്രഹ്മാവിന്റെ മകളായ ഗൗതമ പത്നിയുടെ കൽമഷമശേഷവും അവരുടെ എല്ലാ പാപങ്ങളും നിന്നുടെ പാദങ്ങളാൽ, അല്ലയോ രാമചന്ദ്ര, അങ്ങയുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം. ഇന്ന് തന്നെ അങ്ങ് ആ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കണം. നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ. അങ്ങനെ രാമ, നീ ചെയ്താൽ ആ ദേവിക്ക് ശാപമോക്ഷം കിട്ടും. എത്രയും പെട്ടെന്ന് നീ അത് ചെയ്യണം എന്ന് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു. ഗാധിനന്ദനൻ, ഗാധിയുടെ മകനായിട്ടുള്ള വിശ്വാമിത്രൻ ദാശരഥിയോട്, ദശരഥന്റെ മകനായ ശ്രീരാമചന്ദ്രനോട് ഏവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ച്, ആ ശ്രീരാമചന്ദ്രന്റെ തൃക്കൈയും പിടിച്ച് ഉടജാങ്കണം, ഉടജം ആശ്രമം, ആശ്രമത്തിന്റെ അങ്കണം, ആ മുറ്റത്ത് പുക്കാൻ, അവിടെ വന്നു. അവിടെ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം, ഉഗ്രമായിട്ടുള്ള തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശിലാരൂപത്തിൽ നിൽക്കുന്ന അഗ്രേ, ശിലാരൂപം അഗ്രേ കാണുകെന്ന്, ദാ നമ്മുടെ മുന്നിൽ ഇതാ കാണൂ എന്ന് കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീ പാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. കാരണം അതൊരു കല്ലാണെന്നും പറയാൻ വയ്യ, കല്ലിന്റെ രൂപത്തിൽ ഇരിക്കുന്നത് അതൊരു മനുഷ്യ സ്ത്രീ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ തൻ്റെ പാദാംബുജം മെല്ലെ വച്ചിതു, മെല്ലെ ഒന്ന് തൊട്ടതേയുള്ളൂ രാമദേവൻ. ശ്രീപതി രഘുപതി സത്പതി ജഗത്പതി, ഈ ജഗത്തിന്റെ പതിയായിട്ടുള്ള ആ ഭഗവാൻ രാമോഹം, അഹം രാമഃ, ഞാൻ രാമനാകുന്നു എന്ന് പറഞ്ഞ് ആമോദം പൂണ്ടു നാഥൻ കോമളരൂപൻ. ആ നാഥനായിട്ടുള്ള കോമളരൂപനായിട്ടുള്ള ഭഗവാൻ തിരിച്ച് മുനിപത്നിയെ വണങ്ങിനാൻ, അഹല്യാദേവിയെ വണങ്ങി. അന്നേരം നാഥൻ തന്നെ കാണായത് അഹല്യയ്ക്കും. അപ്പോൾ അഹല്യ തൻ്റെ ആ പൂർവ്വരൂപത്തിലേക്ക് തിരിച്ചു വന്നു. ആ അഹല്യയ്ക്കും നാഥൻ തന്നെ ആ ശ്രീരാമചന്ദ്രനെ കാണായി വന്നു. വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. ആ ആനന്ദം അതെങ്ങനെ പറഞ്ഞറിയിക്കും, അത് ചൊല്ലാൻ സാധ്യമല്ല.
താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ചയം നീങ്ങുമാർ സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ. ഇവിടെ ശ്രീരാമചന്ദ്രനെ കാണുന്ന കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അഹല്യാദേവി എങ്ങനെയാണ് ഭഗവാനെ കണ്ടത്. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ചയം നീങ്ങുമാറ്, താപത്തെ എല്ലാ ദുഃഖത്തെയും നീക്കാൻ കഴിവുള്ള സഹോദരനായ ലക്ഷ്മണനോടും ശാപനാശനകരൻ, ഏത് ശാപത്തിൽ നിന്നും രക്ഷിക്കുന്ന ആ ദേവൻ തന്നെ ചാപബാണങ്ങളോടും, ചാപവും ബാണങ്ങളുമൊക്കെ ധരിച്ച് പീതമാം വസ്ത്രത്തോടും മഞ്ഞ വസ്ത്രം ഉടുത്ത് ശ്രീവത്സവക്ഷസ്സോടും, ശ്രീവത്സം എന്ന മറുകോടും സുസ്മിത വക്ത്രത്തോടും മന്ദസ്മിതം ചെയ്തു നിൽക്കുന്ന ആ മുഖത്തോടും ശ്രീവാസ അംബുജദള സന്നിഭ നേത്രത്തോടും. ശ്രീ ലക്ഷ്മീദേവി, ലക്ഷ്മീദേവിയുടെ വാസസ്ഥലമായിട്ടുള്ള അംബുജം താമര, ആ താമരയുടെ ദളം, അതിൻ്റെ സന്നിഭം, അതിന് തുല്യമായിട്ടുള്ള നേത്രം. അപ്പൊ താമര ഇതളിന് തുല്യമായ കണ്ണുകളോട് കൂടിയ ഭഗവാൻ, അതായത് താമരക്കണ്ണൻ എന്നൊക്കെ നമ്മൾ പറയുന്നു. പിന്നീട് വാസവ നീലമണി സങ്കാശ ഗാത്രത്തോടും, വാസവൻ എന്നാൽ ഇന്ദ്രൻ. അപ്പൊ ഈ വാസവനീലം ഇന്ദ്രനീലം, ഇന്ദ്രനീലത്തിന്റെ ആ മണി, ആ രത്നം, ആ രത്നത്തിന് സങ്കാശം, അതിനോട് സാദൃശ്യമുള്ള ഗാത്രം, ശരീര ആ ഒരു കാന്തിയോടും, ഇന്ദ്രനീലത്തിന്റെ നിറമാണ് ഭഗവാന്. വാസവാദ്യ അമരൗഖവന്ദിത പാദത്തോടും, ഇന്ദ്രാദി ദേവന്മാരാൽ, അമരന്മാർ ദേവന്മാരാൽ വന്ദിക്കുന്ന, എന്നും വന്ദിക്കുന്ന ആ പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും, ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രകാശത്തോടും അങ്ങനെയൊക്കെ നിൽക്കുന്ന ഭക്തവത്സലൻ തന്നെ കാണായത് അഹല്യയ്ക്കും. ആ അഹല്യയ്ക്കും നല്ലൊരു ദർശനമാണ് ഭഗവാൻ കൊടുത്തത്. തന്നുടെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോട് മുന്നം ഉര ചെയ്തതും ഓർത്താളപ്പോൾ, തന്നോട് മുൻപ് ശാപം തന്നുകൊണ്ട് പറഞ്ഞ വാക്കുകളെ ആ അഹല്യ ഓർത്തു. നിർണയം നാരായണൻ താനിത്, തീർച്ചയായും തൻ്റെ ഭർത്താവ് അന്ന് പറഞ്ഞതുപോലെ ആ ജഗന്നാഥനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ തന്നെയാണ് ഇത്. ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാ മനോഹരൻ. അർണോജ വിലോചനൻ നേരത്തെ പറഞ്ഞ അതേ അർത്ഥമാണ് താമരക്കണ്ണൻ. പത്മജാ മനോഹരൻ, പത്മത്തിൽ ഇരിക്കുന്ന ആ ദേവിയുടെ മനോഹരൻ ഭർത്താവായിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് ഇത് എന്ന് അഹല്യ ഉറപ്പിക്കുന്നു. ഇത്തം ആത്മനി ചിന്തിച്ച് ഉത്ഥാനം ചെയ്തു. ഇങ്ങനെ ഉള്ളിൽ ചിന്തിച്ച് അവിടെ ശില പോലെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴും ആ ഇരുത്തത്തിൽ തന്നെയാണുള്ളത്. പിന്നീട് പതുക്കെ ഉത്ഥാനം ചെയ്തു, എഴുന്നേറ്റു. ഭക്തിയോടുകൂടി സത്വരം അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ. പിന്നീട് പെട്ടെന്ന് തന്നെ ആ ഗംഗാതീരത്തിൽ നിന്നും വെള്ളമെടുത്തുകൊണ്ടുവന്ന് പാദം കഴുകിച്ച് അങ്ങനെ പൂജിച്ചു. സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്ന് ദണ്ഡ നമസ്കാരവും ചെയ്താൾ. അങ്ങനെ നീണ്ടു നിവർന്ന് ഭഗവാനെ കാൽക്കൽ നമസ്കരിച്ചു. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും, ഉള്ളിൽ അത്രയധികം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്ത് വീണ്ടും എഴുന്നേറ്റു. അവിടെ ദണ്ഡ നമസ്കാരം ചെയ്തിടത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റിട്ട് മുഹുഹു, വീണ്ടും അഞ്ജലിബന്ധത്തോടും കൈകൾ കൂപ്പിക്കൊണ്ടും വ്യക്തമായൊരു പുളകാഞ്ചിത ഗാത്രത്തോടും, ഒരു ഭക്തി നിറയുമ്പോൾ ശരീരമാകെ വിറകൊള്ളും. അങ്ങനെ വിറകൊള്ളുന്ന ആ ശരീരത്തോടും, അതുകൊണ്ട് തന്നെ വ്യക്തമല്ലാതെ വന്ന ഭക്തി ഉള്ളിൽ നിറയുമ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ ഇടറിപ്പോകും. അങ്ങനെ വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും, വർണ്ണം അക്ഷരങ്ങൾ അഥവാ വാക്യങ്ങൾ, അങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്, പക്ഷെ അക്ഷരങ്ങളൊന്നും വ്യക്തമല്ല. അത്രയും ഭക്തി കൊണ്ടങ്ങനെ വിറയാർന്ന അക്ഷരങ്ങളോടും വാക്കുകളോടും അദ്വയനായ
അദ്വയനായോരനാദ്യസ്വരൂപൻ, അദ്വയൻ രണ്ടില്ലാത്ത ഒന്നു മാത്രമായ ആ ബ്രഹ്മസ്വരൂപൻ, ആദ്യൻ ഇവിടെ ആദ്യമുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എന്നുമുള്ള ആ പരമാത്മസ്വരൂപനെ കണ്ട് സദ്യോജാത ആനന്ദം, അപ്പോഴുണ്ടായ ആനന്ദ അബ്ധിയിൽ, ആ ഒരു ആനന്ദ സമുദ്രത്തിൽ അങ്ങനെ മഗ്നയായിട്ട് അതിൽ മുങ്ങിപ്പോയി എന്നതുപോലെ ആ അഹല്യാദേവി ഭഗവാനെ സ്തുതി ചെയ്താൾ. ഓം ശ്രീരാമചന്ദ്രായ നമഃ.